എന്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം ആമസോണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണോ, തിയേറ്ററിൽ പോയ എന്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച്. തിയേറ്ററിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? വലിയ ബഹളവും സൗണ്ടൊക്കെ ആയിരിക്കില്ല, നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, എ സി ഒക്കെ ഉണ്ടെങ്കിൽ പോലും. ഇത് ആമസോൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഉറങ്ങാനൊക്കെ പറ്റി. സൗണ്ട് ലേശം കുറച്ച് വെച്ചാൽ മതി, സുഖമായിട്ട് ഉറങ്ങാം. ഏതായാലും തിയേറ്ററിൽ പോയി കാണാത്ത വലിയ ഭാഗ്യമാണ്. ദൃശ്യം 3 എന്ന സിനിമ ഇപ്പൊ കണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന രാജ്യത്ത് സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മണി. 1 മണി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 6:30 മണിയോ 7 മണിയോ ആയിട്ടുണ്ടാവും. വ്യക്തിപരമായിട്ട് അതിരാവിലെ എണീറ്റ് ഏകദേശം ഇവിടുത്തെ സമയം രാവിലെ 6:45 ഡ്യൂട്ടിക്ക് കയറേണ്ട ആളാണ് ഞാൻ. എന്റെ മുന്നിൽ എനിക്ക് ഉറങ്ങാനായിട്ട് ഇനി സമയം ബാക്കിയുള്ളത് ഏകദേശം 4:30 മണിക്കൂർ 5 മണിക്കൂർ അടുത്ത് മാത്രമാണ്. സാധാരണഗതിയിൽ രാത്രി 10 മണിക്ക് എല്ലാ ദിവസവും ഉറങ്ങാൻ ശ്രമിക്കുന്ന ഞാൻ ഇപ്പതാ രാത്രി 1 മണിയായിട്ട് ഉറങ്ങിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ദൃശ്യം 3 കണ്ടതാണ്. ഇത് കാണാനുണ്ടായ കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ പ്രചാരണമായിരുന്നു. OTT റിലീസ് വന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഈ സിനിമ റിലീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് കണ്ടു, OTT റിലീസ് ഉണ്ട്. മാത്രമല്ല ഈ സിനിമ നാട്ടിൽ റിലീസായ സമയത്ത് 200 കോടി നേടി, 500 കോടി നേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചാരണമായിരുന്നു. മാത്രമല്ല ഇതിന്റെ ഫസ്റ്റ് ദൃശ്യം 1, ദൃശ്യം 2 ഇത് രണ്ടും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമ. ഈ സീരീസിലെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ദൃശ്യം 1 ആണ്. ദൃശ്യം 2നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കണ്ടിരിക്കാം. പക്ഷേ ദൃശ്യം 3 എന്ന ഈ സിനിമ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതൊരു സിനിമയാണോ എന്നുള്ളതാണ്. എനിക്കത് കണ്ടപ്പോൾ ഒരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല, ഒരു മെഗാ സീരിയൽ. അത് തന്നെയാണ് ദൃശ്യം 3. ദൃശ്യം 3 എന്ന് പറയുന്നത് ഒരു സിനിമ അല്ല, ഒരു മെഗാ സീരിയല്. നാട്ടിലെ തിയേറ്ററിലൊക്കെ വലിയ വിജയം നേടിയതുകൊണ്ടും ജീത്തു ജോസഫ് എന്ന അത്യാവശ്യം പ്രോമിസിംഗ് ആയ നല്ലൊരു ഡയറക്ടറുടെ സിനിമ ആയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അത് OTT മെനക്കെട്ട് കാണാനിരുന്നത്. പടം കണ്ടു തുടങ്ങി ഏകദേശം 15 മിനിറ്റ് ആയപ്പോ തന്നെ മനസ്സിലായി എന്റെ ആ തീരുമാനം എത്ര വലിയൊരു തെറ്റായിരുന്നു. നാട്ടിലെ തിയേറ്ററിൽ, അതായത് വേൾഡ് വൈഡ് കളക്ഷനായി ഈ ചിത്രത്തിന് 250 കോടിയിലധികം കിട്ടിയെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സത്യം തന്നെയാണോ? ഈ 250 കോടിയൊക്കെ ഈ സീരിയലിന് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയോ? എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ വെറുതെ കടന്ന് തള്ളുന്നാണോ പ്രൊമോഷന്റെ ഭാഗമായിട്ട്? എനിക്ക് നല്ല സംശയമുണ്ട് 250 കോടിയൊക്കെ ഈ സിനിമക്ക് കിട്ടിയിട്ടുണ്ടോ. അതേപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ തിയേറ്ററിന് സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ആളുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് FDFS ഒക്കെ കണ്ടിറങ്ങുന്ന ആളുകളെ, ഇവന്മാരെ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ഇവന്മാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഇവരൊക്കെ കള്ളന്മാരാണ്. കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഈ സിനിമ കണ്ടിട്ട് അതിന്റെ ജെനുവിനായിട്ട് അഭിപ്രായം പറയാത്ത ആളുകളാണ് ഇവര്. ഞാൻ അതിന്റെ റിവ്യൂ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേ റിപ്പോർട്ടൊക്കെ ഞാൻ അതിന് നോക്കിയായിരുന്നു. എല്ലാവരും ഭയങ്കര പടമാണ്, സൂപ്പർ പടമാണ്. എന്ത് സൂപ്പർ? എനിക്ക് തോന്നിയിട്ടില്ല ഈ പടം കണ്ടപ്പോൾ സൂപ്പറാണെന്നുള്ളത്. എന്താണ് ഈ പടം? ഇതൊരു സിനിമയാണോ അതോ സീരിയലാണോ? എനിക്ക് മനസ്സിലാവണില്ല. ആദ്യത്തെ 1 മണിക്കൂർ 23 മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് സമയം പോലും കൃത്യമായിട്ട് പറഞ്ഞുതരാം. 1 മണിക്കൂർ 23 മിനിറ്റ് എന്ന് പറഞ്ഞ അസൽ ഉറക്ക ഗുളിക. സീരിയൽ ഇതിനെക്കാട്ടി ഉഷാറാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ഉറക്ക ഗുളിക സാധനം. 1 മണിക്കൂർ 23 മിനിറ്റ്, അതായത് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷന്റെ പകുതിയോളം അസൽ ഉറക്ക ഗുളിക. എനിക്ക് ഭ്രാന്ത് വന്ന് ഞാൻ അതിൻ്റെ അടുത്ത് ഉറങ്ങിയും പോയി. ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് മടുത്ത് മനുഷ്യനെ മടുത്തിട്ടേ ഇത് ബോറടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ഏതാ ഇന്നത്തെ വേൾഡ് കപ്പ് മത്സരമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് കണ്ടേ. എന്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം ആമസോണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണോ, തിയേറ്ററിൽ പോയ എന്റെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച്. തിയേറ്ററിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? വലിയ ബഹളവും സൗണ്ടൊക്കെ ആയിരിക്കില്ല, നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, എ സി ഒക്കെ ഉണ്ടെങ്കിൽ പോലും. ഇത് ആമസോൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഉറങ്ങാനൊക്കെ പറ്റി. സൗണ്ട് ലേശം കുറച്ച് വെച്ചാൽ മതി, സുഖമായിട്ട് ഉറങ്ങാം. ഏതായാലും തിയേറ്ററിൽ പോയി കാണാത്ത വലിയ ഭാഗ്യമാണ്. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിലെ ജീത്തു ജോസഫ് എന്ന സംവിധായകൻ നല്ലൊരു സിനിമ നമുക്ക് തരിക എന്നതിലപ്പുറം നല്ലൊരു മെഗാ സീരിയൽ നമുക്ക് തരിക എന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണോ, ഭാവിയിൽ ഈ ദൃശ്യം എന്ന സംഭവം സീരിയലാക്കി മാറ്റാനാണ് ഇവരുടെയൊക്കെ ശ്രമം എന്നാണ് എനിക്ക് നല്ല സംശയമുള്ളത്. ഈ പടം കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയ കാര്യം എന്താണോ, ദൃശ്യം 1, ദൃശ്യം 2 ഈ ചിത്രങ്ങളെക്കാളും വലിയ തോൽവിയാണ് ഈ സിനിമ. ദൃശ്യം 3 എന്ന ഈ പുതിയ ചിത്രം, ആ ജിത്തു ജോസഫിന് ആ സെക്കൻഡ് പാർട്ടോട് കൂടി ഇത് നിർത്തിയാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ ഈ ചിത്രം എടുത്ത് ആ ഫസ്റ്റിന്റെ സെക്കൻഡിന്റെയും പേര് കളഞ്ഞെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുണ്ടൊരു സിനിമ, സീരിയൽ മാർക്കൊരു സിനിമ, ഒരു സീരിയൽ എടുത്തു വെച്ചിട്ട് ഇത് സിനിമയാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്ക്. സത്യം പറഞ്ഞോ 250 കോടി ഈ ചിത്രം നേടിയിട്ടുണ്ടോ? എനിക്ക് വിശ്വാസേ ഇല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കണേ ഇല്ല. 250 കോടി ഒന്നും ഈ സീരിയൽ എങ്ങനെ നേടാനാണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ പല റിസോർട്ടുകളുടെ ഒക്കെ പ്രൊമോഷൻ ഉള്ളതിന്റെ ഇടയിൽ കൂടെ മകളുടെ കല്യാണം മുടക്കാൻ ഒരുപാട് ആൾക്കാർ നടക്കുന്നു. അവരെ കണ്ടെത്താൻ ഒരു പിതാവ് ഇറങ്ങിത്തിരിക്കുന്നു.
അവരെ ചിലരെ കണ്ടെത്തുന്നു, അവരെ കൈകാര്യം ചെയ്യുന്നു, അവരോട് പകരം വിട്ടുന്നു. എന്തുകൊണ്ടാണ് അവർ കല്യാണം മുടക്കേണ്ട സാഹചര്യം എന്നൊക്കെ പിതാവ് തിരിച്ചറിയുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എവിടെയാണ് കണ്ടത് ഇങ്ങനത്തെ കഥ? സീരിയലില്. അങ്ങനെ ഒരു സീരിയൽ തന്നെയാണ് ദൃശ്യം 3. അല്ലാതെ ഇതൊരു സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം 1 മണിക്കൂർ 23 മിനിറ്റ് ഈ ചിത്രം കണ്ടിരിക്കാൻ തന്നെ പറ്റണില്ല. ഉറക്കം വന്നിട്ടാണ് അതിന്റെ അപ്പുറം. കാരണം രാവിലെ 6:15 എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. ഇപ്പത്തെ സമയം 1:15 ആയിക്കൊണ്ടിരിക്കുന്നു. എന്റെ മുന്നിൽ ഇനി സമയമില്ല, കുറച്ച് സമയം എനിക്ക് ഉറങ്ങാനുള്ളൂ. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആര് സമാധാനം പറയുന്നതിന്? നാട്ടില് ഭയങ്കര ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്റർ ആണ്, 100 കോടി 500 കോടി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ആവേശം കയറ്റി ഈ ജാതി സീരിയലിന്റെ മുന്നിൽ ഉറക്കമൊഴിച്ച് എന്നെ കൊണ്ടിരുത്തിയ എന്റെ ഈ നഷ്ടത്തിന് ആര് സമാധാനം പറയും? കൊടും ചതിയാണ് ദൃശ്യത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നെ പോലെയുള്ള സാധാരണക്കാരോട് ചെയ്തതെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഒന്നുമില്ലടാ, ഒന്നുമില്ല. അസല് സീരിയല് ഒരു കാര്യമില്ല. അത് വെറുതെ ഇരിക്കുക. 1 മണിക്കൂർ 23 മിനിറ്റ് വെറുതെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് സംവിധായകൻ ഈ ചിത്രം ഒരു ഹുക്ക് കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഇത് സീരിയൽ മേക്കിംഗ് ആണ്. എത്ര ഹുക്ക് കൊടുത്താലും ഇത് പൊങ്ങി വരുന്നതിൽ കണക്കില്ലേ ഈ സീരിയലിനൊക്കെ. എന്റെ അഭിപ്രായത്തിൽ ഇത്രയും ഡ്യൂറേഷനൊന്നും ഈ സിനിമക്ക് ഒരു ആവശ്യമില്ലായിരുന്നു. ഇതിന്റെ ആവശ്യമില്ലാത്ത സീനുകൾ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ സിനിമ ഒന്നും കൂടി നന്നായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. വെറുതെ വലിച്ചു നീട്ടുക ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടിരിക്കുന്നതിന് ബോറടിക്കുന്നുള്ള ബോധം ഈ സിനിമ എടുക്കുന്ന ആളുകൾക്കൊന്നും ഇല്ലേ? വ്യക്തിപരമായിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമ. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ദൃശ്യം 4ലേക്ക് ഒരു ലീഡ് തരുന്നുണ്ട്. എന്റെ പൊന്ന് ദൃശ്യം ടീമേ, ഈ പരിപാടി ഇതോടെ നിങ്ങൾ നിർത്തണം പ്ലീസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. ആളുകൾക്ക് വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. ക്യാഷ് കിട്ടുന്നുണ്ട് എന്ന് വെച്ച് സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ അറുത്തു കൊല്ലല. എന്തൊരു ദ്രോഹമാണ് നിങ്ങൾ ചെയ്ത് ഈ ദൃശ്യം 3 എന്ന് പേരും പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, ദൃശ്യം 4ന്റെ ലീഡും കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്ന് ടീമെ, ദൃശ്യം 4 ആയിട്ടൊന്നും നിങ്ങൾ വരല്ലേ പ്ലീസ്. പൊട്ടു ആ പടം. ജനങ്ങൾ പൊട്ടിച്ച് കൈ തരും ആ പടം നിങ്ങൾക്ക്. അമ്മാതിരി ടേക്കിങ്സ് ആണ് ദൃശ്യം 3 നിങ്ങൾ ചെയ്തു വെച്ച്. ഇനിയൊരു അവസരം പൊട്ടിക്കാൻ ജനങ്ങൾക്ക് കിട്ടിയാൽ ദൃശ്യം 4 ജനങ്ങൾ പൊട്ടിച്ച് കൈ തരും. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു കണക്കുണ്ട്. എന്നെ പോലെ ഉറക്കം പോയ എത്ര പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടാവും? അവർക്കൊക്കെ നാളെ രാവിലെ ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. നിങ്ങളെപ്പോലെ ദൃശ്യം 3 ഭയങ്കര സിനിമ 250 കോടി 500 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളി OTT കൊടുത്തിട്ട് ഞങ്ങളെപ്പോലത്തുള്ള പാവങ്ങൾ ഉറക്കം വെച്ച് ഇത് കാണുകയാണ്. ഈ സീരിയല് കാണാൻ വേണ്ടിയാണ് എന്റെ വിലപ്പെട്ട സമയം ഞാൻ കളഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ ബാക്കിയുള്ളത് കേവലം 5 മണിക്കൂർ 5.25 മണിക്കൂറാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. എന്റെ ഇത്രയും സമയത്ത് ഉറക്കം പോയില്ലേ? ഇതിന് ആര് സമാധാനം പറയും? ഞങ്ങളൊക്കെ ഒരു ദിവസം 10-12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടിന്റെ ഒക്കെ അത് ബാധിക്കില്ലേ? എനിക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം എന്താണ്? നമ്മൾ ഉറക്കം കളഞ്ഞു. ഒരു കാര്യം ഒന്നുമില്ല ഈ സിനിമയില്, ഒന്നുമില്ല. വെറുതെ ഒരു സീരിയൽ, മെഗാ സീരിയൽ എടുത്തു വെച്ചുക, എന്നിട്ട് സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കണം, സത്യം നിങ്ങൾ പറയണം. ഈ സിനിമ നാട്ടിലെ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 250 കോടി നേടി എന്നത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതാരോ കളവ് പറഞ്ഞതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ 50 കോടി പോലും നേടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. എന്ത് കോടികൾക്കൊന്നും ഒരു വിലയില്ലേ? അതും ഈ സീരിയൽ കാണാനായിട്ട്. വ്യക്തിപരമായി ഒരു നടനെയും ഫാൻസിലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സിനിമ, സീരീസ് ഇതൊക്കെ നമ്മളും കാണുന്നതാണ്. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ, HBO, ആപ്പിൾ TV ഇതിലൊക്കെ നമ്മളും സീരീസുകളും സിനിമകളൊക്കെ കാണുന്നതാണ്. അത് നമ്മുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഇതുപോലുള്ള ഒരു സീരിയൽ എടുത്തിട്ട് 250 കോടി നേടി എന്നൊക്കെ പറഞ്ഞ് പച്ചക്കളവ് പറയുന്നത്. മനുഷ്യന്മാരെ പറ്റിക്കുക. എനിക്ക് അവസാനമായിട്ട് ഒറ്റ കാര്യമേ ദൃശ്യം ടീമിനോട് പറയാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ദൃശ്യം എന്നുള്ള പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം പ്ലീസ്. ഇനി ദൃശ്യം കൊണ്ട് വരല്ലേ. ദൃശ്യത്തിന്റെ മാത്രം കേസല്ലാന്നേ. ഇപ്പൊ എമ്പുരാൻ 3ാം ഭാഗം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ? ലൂസിഫർ ഓക്കെ, നല്ല സിനിമയായിരുന്നു. 2ാം ഭാഗമായ എമ്പുരാൻ എന്താ പറ്റിയേ? എടാ, ഒരാള് കോട്ടക്കെട്ട് മരുഭൂമി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങാം. ലൂസിഫർ 2 ആയി. ഈ 2ഉം 3 ഒക്കെ എടുക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. എന്തിനെങ്ങനെ ആൾക്കാരെ പറ്റിക്കണേ? എന്റെ പൊന്നു പൃഥ്വിരാജ് സുകുമാര, നിങ്ങൾ അത്യാവശ്യം സിനിമ അഭിനയ മേഖലയിൽ തിരക്കുള്ള ആളൊക്കെ. നിങ്ങൾ എന്തിനാണ് ഇത്തരം അപരാധ സിനിമകൾക്കൊക്കെ സമയം കളയുന്നത്? നിങ്ങൾ നിങ്ങളുടെ അഭിനയ കരിയർ ശ്രദ്ധിക്കുന്നേ. എന്തിനാണ് ഈ 2, 3, 4 പാർട്ടൊക്കെ ആളെ വെറുപ്പിക്കുന്നത്? എന്റെ പൊന്നു ജിത്തു ജോസഫെ, ഈ പരിപാടി ദയവ് ചെയ്ത് അങ്ങ് നിർത്തണം.
അങ്ങ് കൊണ്ടുവന്ന ആസിഫ് അലിയുടെ ഒരു ചിത്രം ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് ദൃശ്യം 3 പാളുമെന്നുള്ളത്. പക്ഷേ എന്റെ ഉറപ്പിക്കലൊക്കെ അസ്ഥാനത്തായി പോയി. ദൃശ്യം 3 പാളിന്ന് മാത്രമല്ല, ഇതൊരു സീരിയലായി. പക്കാ സീരിയല്. എനിക്ക് ദൃശ്യം 3 കാണാനിരിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, ഒരു സീരിയൽ കണ്ട് സമയം കളയാനാണെങ്കിൽ, അതോ ആദ്യത്തെ 1.5 മണിക്കൂർ ഒന്നുമില്ല അതിന്. ആദ്യത്തെ 1.5 മണിക്കൂർ ഒരു സാധനവും പിന്നെ കുറച്ചൊക്കെ എൻഗേജ്മെന്റ് വരുന്ന ഈ 1.5 മണിക്കൂറിന് ശേഷമാണ്. അതോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഇടക്കിടക്ക് ഇത് ബ്രേക്കായി പോയി, ഇതിനിടെ കൂടെ സെന്റിമെന്റ്സ് കുത്തിക്കയറ്റി. ഇതൊരു സീരിയല്, അസല് സീരിയല്. എന്റെ മോനെ കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ ഈ സിനിമ 250 കോടി നേടി? എനിക്ക് വിശ്വാസേ ഇല്ല. ഇത് പച്ചക്കളവ് പറയണം ഇതിന്റെ അണിയറക്കാര്. 250 കോടി ഈ സിനിമ വേൾഡ് വൈഡ് നേടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. എങ്ങനെ നേടുന്നു? ഒരു സീരിയൽ ഇറങ്ങിയിട്ട് 250 കോടിയായിട്ട്? എന്താ അത്? കോടികൾക്കൊന്നും ഒരു വിലയില്ലേ? അതും ഈ സീരിയലിന്. ദയവ് ചെയ്ത് ഇതിന്റെ ആളുകൾ അടുത്ത പാർട്ടിട്ട് ഈ ഏരിയ കൂടെ നിങ്ങൾ വരരുതേ. ദയവായി ആൾക്കാരെ അങ്ങനെ ഉപദ്രവിക്കുന്നതിനാ. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഈ ദൃശ്യം 3ന്റെ ആളുകളോട് എന്ത് തെറ്റാ ചെയ്ത് ഇങ്ങനെട്ട് ദ്രോഹിക്കാന്? ദയവ് ചെയ്ത് ഇത് ഇവിടെ നിങ്ങൾ നിർത്തണം പ്ലീസ്. 4ാം ഭാഗമായിട്ട് വരലേ, താങ്ങാൻ പറ്റൂല. 3ാം ഭാഗം തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അതിനൊക്കെ നിങ്ങൾ 4 കൊണ്ട് വന്നാൽ ഇനിയിപ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്ക് ജനങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മളെ ക്യാഷ് ഊട്ടുകയാണ്. അതിനുള്ള അവസരം ഇനി കൊടുക്കരുത്. ഇനി സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ച് കൈ കൊടുക്കണം. ഈ പരിപാടി നിർത്തിക്കണം. മനുഷ്യനെ പറ്റിക്കുക സീരിയൽ എടുത്താണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.